ഒരു വമ്പൻ യുദ്ധവിമാനം പറന്നു വരുന്നു. പക്ഷേ ശത്രുക്കളുടെ അത്യാധുനിക റഡാറുകളിൽ കാണിക്കുന്നത് ഒരു ചെറിയ തേനീച്ചയുടെ അത്രയും വലുപ്പം മാത്രം. ആകാശത്തിലെ അദൃശ്യനായ വേട്ടക്കാരൻ എന്ന് US മിലിറ്ററി വിളിക്കുന്ന F-22 റാപ്റ്ററിന്റെ എഞ്ചിനീയറിംഗിന് പിന്നിൽ ലോകത്തെ ഞെട്ടിച്ച ഒരു സൂപ്പർ പവർ ഉണ്ട്. വെൽക്കം ടു സീകോ ഒഫീഷ്യൽ ഷോ ഡെയിലി പഞ്ച്. അമേരിക്കൻ പ്രതിരോധ ഭീമന്മാരായ ലോക്ഹീഡ് മാർട്ടിനും ബോയിങ്ങും ചേർന്നാണ് US എയർഫോഴ്സിന് വേണ്ടി ഈ അത്ഭുത വിമാനം നിർമ്മിച്ചത്. 1997 ആദ്യമായി പറന്ന ഈ വിമാനം 2005 ഔദ്യോഗികമായി സേവനത്തിൽ പ്രവേശിക്കുന്നത്. ഇതിന്റെ സാങ്കേതിക വിദ്യ അത്രമാത്രം രഹസ്യവും മാരകവുമായതുകൊണ്ട് തന്നെ അമേരിക്കൻ നിയമപ്രകാരം ഈ വിമാനം ലോകത്തിലെ മറ്റൊരു രാജ്യത്തിനും അത് എത്ര വലിയ സഖ്യകക്ഷികളാണെങ്കിൽ പോലും വിൽക്കാൻ പാടില്ല. അമേരിക്കൻ എയർഫോഴ്സ് മാത്രം ഉപയോഗിക്കുന്ന ഒരൊറ്റ വിമാനമാണിത്. ഒരു സാധാരണ വിമാനം റഡാറിലേക്ക് സിഗ്നലുകൾ തിരിച്ചുവിടുമ്പോൾ F-22 റാപ്റ്റർ ആ സിഗ്നലുകളെ മുഴുവൻ ചിതറിച്ചു കളയും. അബ്സോർബ് ആൻഡ് ഡിഫ്ലക്ട്. അദൃശ്യ രൂപം, സ്റ്റെൽത്ത് ഡിസൈൻ. ഇതിന്റെ ബോഡിയുടെ ഷേപ്പും മിസൈലുകൾ പുറത്ത് കാണാത്ത വിധം ഇന്റേണൽ വെപ്പൺസ് ബേയിൽ ഒളിപ്പിച്ചു വെക്കുന്ന ഡിസൈനും ഇതിനെ റഡാറുകളിൽ നിന്നും അദൃശ്യമാക്കുന്നു. ത്രസ്റ്റ് വെക്ടറിംഗ്. ഇതിന്റെ എഞ്ചിൻ നോസിലുകൾക്ക് മുകളിലേക്കും താഴേക്കും 20 ഡിഗ്രി വരെ തിരിയാൻ കഴിയും. അതുകൊണ്ട് വിമാനം അതിന് വായുവിൽ പെട്ടെന്ന് ബ്രേക്ക് ഇടാനും വിചിത്രമായ ആംഗിളുകളിൽ തിരിയാനും സാധിക്കും. സൂപ്പർ ക്രൂയിസ്. ആഫ്റ്റർ ബർണർ ഉപയോഗിച്ച് ഇന്ധനം വൻതോതിൽ കളയാതെ തന്നെ ശബ്ദത്തേക്കാൾ ഇരട്ടി വേഗതയിൽ ദീർഘദൂരം പറക്കാൻ റാപ്റ്ററിന് കഴിയും. യഥാർത്ഥത്തിൽ F-22 നിർമ്മിച്ചത് ആകാശത്ത് ശത്രു വിമാനങ്ങളെ വെടിവെച്ചിടാനാണ്. എന്നാൽ ഏറെക്കാലം ഇതിന് നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടി വന്നിട്ടില്ല. ആദ്യത്തെ ദൗത്യം സിറിയയിലും ഇറാഖിലും ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ കേന്ദ്രങ്ങൾക്ക് നേരെ ബോംബ് വർഷിക്കാനാണ് F-22 ആദ്യമായി റിയൽ കോമ്പാക്റ്റിൽ ഇറങ്ങിയത്. റഡാറുകളെ വെട്ടിച്ച് ശത്രു മേഖലയിൽ ആദ്യം കയറി വഴി തുറക്കുന്നത് റാപ്റ്ററാണ്. ദ സ്പൈ ബലൂൺ. അടുത്തതായി അമേരിക്കൻ ആകാശത്ത് ചൈനയുടെ ചാര ബലൂൺ പ്രവേശിക്കപ്പെട്ടപ്പോൾ അതിനെ കൃത്യമായി മിസൈൽ അയച്ച് വെടിവെച്ചിട്ടത് ഒരു F-22 റാപ്റ്ററായിരുന്നു. ലോകത്ത് ഇന്ന് റഷ്യയുടെ Su-57, ചൈനയുടെ J-20, കൂടാതെ അമേരിക്കയുടെ തന്നെ F-35 എന്നിവയാണ് മറ്റ് പ്രധാന 5th ജനറേഷൻ വിമാനങ്ങൾ. എന്നാൽ ആകാശത്തെ ഡോഗ് ഫൈറ്റിൽ, അതായത് വിമാനങ്ങൾ തമ്മിലുള്ള വായുവിലുള്ള യുദ്ധത്തിൽ F-22 റാപ്റ്ററിനെ വെല്ലാൻ ഇന്നും ഒന്നിനും കഴിഞ്ഞിട്ടില്ല. F-35 കൂടുതൽ സാങ്കേതിക വിദ്യയും കമ്പ്യൂട്ടിങ്ങും നിറഞ്ഞതാണെങ്കിലും റാപ്റ്റർ എന്നത് പ്യൂർ സ്പീഡും മാരകമായ അറ്റാക്കിംഗ് ശേഷിയുമുള്ള ഒരു വേട്ടമൃഗമാണ്. ചുരുക്കത്തിൽ നിർമ്മാണം നിർത്തിയിട്ട് വർഷങ്ങളായെങ്കിലും എഞ്ചിനീയറിംഗിലെ മികവ് കൊണ്ട് ഇന്നും ലോകത്തിലെ ഏറ്റവും മികച്ച അജേയമായ യുദ്ധവിമാനമായി F-22 റാപ്റ്റർ തുടർന്നു പോകുന്നു. ഇതുപോലൊരു അദൃശ്യ പോർവിമാനം സ്വന്തമായി നിർമ്മിക്കാൻ നമ്മുടെ ഇന്ത്യക്ക് സാധിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം മറ്റൊരു ഡെയിലി പഞ്ചുമായി.